എപ്പിസോഡ് തുടക്കത്തിനെ കാണിക്കുന്നത് നമ്മുടെ റെഡ്ഡിയും അതുപോലെ തന്നെ നമ്മുടെ ഇക്കാക്കും തമ്മിലുള്ള ഒരു വലിയ ഫൈറ്റ് തന്നെയാണ്. റെഡ്ഡിയോട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഇക്കാക്കു തൻ്റെ ബൻകായ് ഫോം റിലീസ് ചെയ്യുകയാണ്. എന്നാൽ നമ്മുടെ ഇക്കാക്കു ഇപ്പോൾ ഒരുപാടധികം വിഷമിച്ചിരിക്കുകയാണ്. തൻ്റെ ബൻകായ് ഫോം റിലീസ് ചെയ്തത് കൊണ്ടാണ് നമ്മുടെ ഇക്കാക്കു വിഷമിച്ചിരിക്കുന്നത്. കാണിക്കുന്നത് നമ്മുടെ ഇക്കാക്കുവിൻ്റെ പാസ്റ്റ് ആണ്. നമ്മുടെ ചീക്കേനെയും ഇക്കാക്കുവിനെയാണ് കാണിക്കുന്നത്. ഇവരുടെ ജീവിതവും വളരെയധികം കഷ്ടതയിൽ കൂടെയാണ് പോകുന്നത്. ഒന്ന് ആരും മേടിച്ച് കഴിക്കാൻ പോലും ഇവരുടെ കയ്യിൽ പൈസയില്ല. സോ ഇതേ സമയത്തായിരുന്നു നമ്മുടെ ഇക്കാക്കൂരെ എടുത്ത് അടിക്കുകയാണ് ഒരുപാടധികം ആൾക്കാർ വന്നിട്ട്. സോ വേറെ വഴിയൊന്നുമില്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ഇക്കാക്കും അവരെയൊക്കെ അടിച്ച് തറയിലിടുകയാണ്. ആ സമയത്ത് തന്നെ നമ്മുടെ ഇക്കാക്കു നല്ല രീതിയിൽ തന്നെ ഫൈറ്റ് ഒക്കെ ചെയ്യും. നമ്മുടെ ഇക്കാക്കു ഒരു മോൺസ്റ്റർ തന്നെയായിരുന്നു അന്നേരം. ഒരു ദിവസം ഈവനിങ്ങിൽ നമ്മുടെ ചീക്കയും അതുപോലെ തന്നെ ഇക്കാക്കു ഇങ്ങനെ നടന്ന് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചു പോവുകയാണ്. ഇവർ ഈ നടന്നു വരുന്ന സ്ഥലത്ത് ഒരുപാടധികം പാവപ്പെട്ട ആൾക്കാരിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. സോ ഇതേ സമയത്ത് നമ്മുടെ ഇക്കാക്കുവിൻ്റെ അടുത്ത് ഒരു കൊച്ചുകുട്ടി വരികയാണ്. സോ അത് വേറെ ആരുമല്ല, അത് നമ്മുടെ പിങ്കി ആയിരുന്നു. നമ്മുടെ പിങ്കി ആണെങ്കിൽ വളരെയധികം ക്യൂട്ടായിട്ട് ഇക്കാക്കുവിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഇക്കാക്കു ഒരു മോൺസ്റ്റർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ പിങ്കിയെ ആക്രമിക്കാൻ വേണ്ടി പോവുകയാണ്. ഒരു കൊച്ചു കുട്ടിയാണ് തൻ്റെ മുമ്പിൽ ഇരിക്കുന്നതെന്ന് പോലും ചിന്തിക്കാതെ. സോ ഇതേ സമയത്ത് തന്നെ നമ്മുടെ പിങ്കിയുടെ അച്ഛൻ അങ്ങോട്ട് കയറി വരികയാണ്. സോ അത് വേറെ ആരുമല്ല, അത് നമ്മുടെ സെറാക്കി ആയിരുന്നു. ഈ സമയത്ത് നമ്മുടെ ഇക്കാക്കു സോൾ സൊസൈറ്റിയിൽ ജോയിൻ ചെയ്തിട്ടില്ല കേട്ടോ. നമ്മുടെ സെറാക്കിനെ കണ്ടുടനെ തന്നെ നമ്മുടെ ഇക്കാക്കു നല്ല രീതിയിൽ തന്നെ ഒന്ന് പേടിക്കുന്നുണ്ട്. ഒരുപാടധികം പവർഫുൾ ആയിട്ടുള്ള ഒരു മോൺസ്റ്റർ ആണ് തൻ്റെ മുമ്പിൽ ഇരിക്കുന്നതെന്ന് നമ്മുടെ ഇക്കാക്കുവിന് മനസ്സിലാകുകയാണ്. എന്നാലും പേടിച്ച് പിന്നോട്ട് പോകാതെ നമ്മുടെ സെറാക്കിയോട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറാകുകയാണ്. നമ്മുടെ ഇക്കാക്കു ആണെങ്കിൽ ഒരുമാതിരി വൃത്തികെട്ട പോസ് ഒക്കെ ചെയ്തുകൊണ്ട് ഫൈറ്റിന് റെഡി ആയിക്കോളാൻ പറയുകയാണ്. സോ ഇതെല്ലാം കാണുന്ന സമയത്ത് ക്യാപ്റ്റൻ സെറാക്കിക്ക് ഒരുപാടധികം ഇഷ്ടപ്പെടുകയാണ്. സെറാക്കിക്ക് വിശ്വാസമാകുന്നില്ല, കാരണം തൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ഒരാൾ റെഡി ആകുന്നുള്ള ഒരു കാര്യം. ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടുത്തെ നാട്ടുകാരും ടെൻഷൻ അടിക്കുന്നുണ്ട്. സോ ഇവർ രണ്ടുപേരും ആദ്യത്തെ അറ്റാക്ക് അവരുടെ സമ്പത്ത് യൂസ് ചെയ്ത് ചെയ്യുകയാണ്. അറ്റാക്കിന്റെ ഇന്റൻസിറ്റി കണ്ടിട്ട് നമ്മുടെ ചീക്കയ്ക്ക് എന്തോ പോലെ തോന്നുകയാണ്. നമ്മുടെ ഇക്കാക്കുവിന് മനസ്സിലാകുകയാണ് നമ്മുടെ സെറാക്കിന്റെ വാള് ഒരുപാടധികം പവർഫുൾ ആണെന്ന്. അതുമാത്രമല്ല ഇവനെ കണ്ടതിനെക്കാട്ടിൽ ഇവൻ ഒരുപാടധികം പവർഫുൾ ആണെന്നും നമ്മുടെ ഇക്കാക്കുവിന് മനസ്സിലാകുകയാണ്. രണ്ടുപേരും അവരുടെ സമ്പത്ത് യൂസ് ചെയ്ത് അറ്റാക്കുകളൊക്കെ തടുക്കുകയാണ്. സെറാക്കിയുടെ ഓരോ അറ്റാക്കും നമ്മുടെ ഇക്കാക്കു ഒരുപാടധികം കഷ്ടപ്പെട്ടിട്ടാണ് തടുക്കുന്നത്. അന്നേരം തന്നെ നമ്മുടെ സെറാക്കി ഇക്കാക്കുവിന്റെ പുറകിലോട്ട് അടിച്ചിടുകയാണ്. സോ നമ്മുടെ ഇക്കാക്കുവിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതേ സമയത്ത് തന്നെ നമ്മുടെ സെറാക്കി ഈ ഫൈറ്റ് ഒരുപാടധികം എൻജോയ് ചെയ്യുന്നുണ്ട്. എന്താ ഇതൊക്കെ വളരെയധികം ഈസി ആണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സെറാക്കി അവിടെ നിൽക്കുകയാണ്. സോ ഇത് കണ്ട് ദേഷ്യം വന്ന നമ്മുടെ ഇക്കാക്കു ആണെങ്കിൽ അവന്റെ ഫുൾ സ്ട്രെങ്ത് എടുത്തിട്ട് ഫൈറ്റ് ചെയ്യുകയാണ്. എന്നാൽ നമ്മുടെ സെറാക്കി ഉണ്ടെങ്കിൽ ഇക്കാക്കുവിന്റെ അറ്റാക്ക് ഒക്കെ വളരെയധികം ഈസി ആയിട്ട് തന്നെ തടുക്കുക. നമ്മുടെ ഇക്കാക്കു ആണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ വയ്യാതെ വീഴുകയാണ്. സോ ഇതേ സമയത്ത് തന്നെ നമ്മുടെ പിങ്കി പറയുകയാണ്, ഹേ സെറാക്കി, ഇതൊന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് തീർക്കാവോ? സോ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ചീക്കയ്ക്ക് എന്തോ പേടിയുള്ളതുപോലെ തോന്നുന്നു. നോക്കുന്ന സമയത്ത് നമ്മുടെ സെറാക്കി ഓടി വന്നിട്ട് നമ്മുടെ ഇക്കാക്കുവിൻ്റെ കയ്യിലുണ്ടായിരുന്ന വാളങ്ങ് ഇല്ലാതാക്കി കളയുകയാണ്. നമ്മുടെ സെറാക്കി ആണെങ്കിൽ ഈ ഫൈറ്റിൽ വിജയിക്കുകയാണ്. സോ അങ്ങനെ പിങ്കിനെ എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. നമ്മുടെ സെറാക്കി സെറാക്കിനോട് ഇക്കാക്കു അലച്ചുകൊണ്ട് പറയുകയാണ്, എടോ താൻ എന്നെ കൊന്നിട്ട് പോടോ എന്ന് കേട്ട സെറാക്കി വളരെയധികം ദേഷ്യത്തോട് ചോദിക്കുകയാണ്, ഞാൻ എന്തിനാണ് നിന്നെ കൊല്ലേണ്ടത്? സോ ഇത് കേട്ട് ഇക്കാക്കു പറയുകയാണ്, കാരണം നിന്റെ കൂടെ ഞാൻ ഫൈറ്റ് ചെയ്ത സമയത്ത് ഞാൻ നിന്റെ കൂടെയുള്ള ഫൈറ്റിൽ തോറ്റുപോയി, അതുകൊണ്ടാണ് നീ എന്നെ കൊല്ലേണ്ടത്. സമയത്ത് തന്നെ ദേഷ്യം വന്ന് നമ്മുടെ സെറാക്കി ആണെങ്കിൽ ഇക്കാക്കുവിൻ്റെ കോളറിൽ കയറി പിടിച്ചിട്ട്, എടാ പൊട്ടാ, ഞാൻ നിന്നെ ഒന്നും ഒരിക്കലും കൊല്ലത്തില്ല, കാരണം എനിക്കതിന് ഇൻട്രസ്റ്റ് ഇല്ല, കാരണം നിന്നെപ്പോലുള്ള വീക്കായിട്ടുള്ള ആൾക്കാരെ എനിക്ക് കൊല്ലണമെന്ന് താല്പര്യമില്ല. നമ്മുടെ സെറാക്കി പറയുകയാണ്, നീ അത്യാവശ്യം സ്ട്രോങ് ഒക്കെയാണ്, അതൊക്കെ ഞാൻ സമ്മതിക്കാം, പക്ഷേ നീ ഇനി ഏതെങ്കിലും ഫൈറ്റിൽ തോറ്റാ നീ ഇനി മരിക്കണമെന്ന് വല്ലതും പറഞ്ഞ കൊല്ലത്തൊന്നുമില്ല, അടിച്ച് കൂട്ടി ഒരിടത്ത് കൊണ്ടിടും. ദേശത്തോട് സെറാക്കി പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. നമ്മുടെ ഇക്കാക്കുവിന് ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഒരുപാടധികം ദേഷ്യം സെറാക്കിയുടെ അടുത്ത് ഇക്കാക്കുവിന് വരികയുമാണ്. സോ അങ്ങനെ ഒരുപാടധികം ദിവസങ്ങൾ കഴിയുകയാണ്. നമ്മുടെ ഇക്കാക്കുവിന്റെ മുറിവുകളൊക്കെ ഇപ്പോൾ ഉണങ്ങി വരുന്നുണ്ട്. സോ നമ്മുടെ ഇക്കാക്കു തീരുമാനിക്കുകയാണ്, ഫൈറ്റിൽ തോറ്റത് കൊണ്ട് തന്നെ കൊല്ലാതെ പോയ സെറാക്കിനെ കൊല്ലാൻ വേണ്ടി നമ്മുടെ ഇക്കാക്കു തീരുമാനിക്കുകയാണ്. സോ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഇക്കാക്കുവിനോട് ചോദിക്കുകയാണ്, നമുക്ക് സോൾ സൊസൈറ്റിയിൽ ജോയിൻ ചെയ്താലോ? സോൾ സൊസൈറ്റിയിൽ ജോയിൻ ചെയ്താൽ നമുക്കൊരു വലിയ ആർമിയുടെ കൂടെ തന്നെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഇക്കാക്കുവിന് നല്ല ഫൺ ആണെന്ന് തോന്നുന്നു. ചീക്ക പറയുന്ന തുടരുകയാണ്, സെറാക്കി 11th ഡിവിഷന്റെ ക്യാപ്റ്റനാണ്. സോ അവൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യണമെങ്കിൽ നീ ഒരുപാടധികം പവർഫുൾ ആയിരിക്കണം. സോ ഇത് കേട്ടോണ്ട് തന്നെ നമ്മുടെ ഇക്കാക്കു അവിടെ നിന്ന് തൻ്റെ തലയിലെ കെട്ടൊക്കെ അഴിച്ച് വെളിയിലേക്ക് ഇറങ്ങി നടക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് 11th ഡിവിഷന്റെ ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് നമ്മുടെ സെറാക്കി
സെറാക്കി കടന്നു വരികയാണ്. എന്നിട്ട് അവരുടെ സബോർഡിനേറ്റ്സിനോട് ഓരോ കാര്യങ്ങളൊക്കെ പറയുകയാണ്. സൈഡിൽ നമ്മുടെ ചീക്കയും അതുപോലെ തന്നെ നമ്മുടെ ഇക്കാക്കു 11th സ്ക്വാഡിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി നിൽപ്പുണ്ട്. സോ ഇത് കാണുന്ന സമയത്ത് നമ്മുടെ സെറാക്കി ചിരിക്കുകയാണ്. ആറ്റിറ്റ്യൂഡ് ഒക്കെ കണ്ടിട്ട് നമ്മുടെ സെറാക്കിക്ക് ചെറുതായിട്ട് ഇഷ്ടപ്പെടുന്നു. പിന്നീട് ഇവർക്കൊരു മിഷൻ കൊടുക്കുകയാണ്. മിഷൻ എന്ന് പറയുന്നത് ഒരു ഹോളോനെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ഒരു മിഷൻ. നമ്മുടെ 11th സ്ക്വാഡ് ആണെങ്കിൽ അവരുടെ ഫുൾ സ്ട്രെങ്ത് എടുത്തിട്ട് ആ ഹോളോനെ ഇല്ലാതാക്കാൻ വേണ്ടി ആ ഹോളോന്റെ അടുത്തേക്ക് പോവുകയാണ്. ഒരുപാടത്തേക്ക് പവർഫുൾ ആയിട്ടുള്ള ഒരു ഹോളോ ആണ്. അതുകൊണ്ട് തന്നെ നോർമൽ ആയിട്ടുള്ള സോൾഡർ പേഴ്സൺ ഒന്നും ഈ ഹോളോന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. സോ ഇതേ സമയത്ത് തന്നെ നമ്മുടെ സെറാക്കി വന്നിട്ട് ഒരു സൈക്കോനെ പോലെ ആ ഹോളോനെ 2 കഷ്ണമാക്കി മാറ്റുകയാണ്. സമയത്ത് നമ്മുടെ ചീക്കയ്ക്ക് വിശ്വസിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. ഫൈറ്റ് എല്ലാം കഴിഞ്ഞെന്ന് പറഞ്ഞ് നോക്കിയിരിക്കുന്ന സമയത്ത് അതുപോലത്തെ തന്നെ കുറെ മോൺസ്റ്റേഴ്സ് അങ്ങോട്ട് വരികയാണ്. വരുന്നത് കണ്ടുകൊണ്ട് നമ്മുടെ ഇക്കാക്കു ചെറുതായിട്ടൊന്ന് പേടിക്കുന്നുണ്ട്. സെറാക്കിക്ക് ഒറ്റയ്ക്ക് ഈ 3 ഹോളോന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് അവർക്ക് മനസ്സിലാവുകയാണ്. സോ നമ്മുടെ സെറാക്കി ചീക്കനെയും ഇക്കാക്കുവിനെയും സെറാക്കിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി വിളിക്കുകയാണ്. ചീക്കയ്ക്കും അതുപോലെ തന്നെ ഇക്കാക്കുവിനും വിളിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാടധികം സന്തോഷമാവുകയാണ്. സോ അങ്ങനെ അവർ 4 പേരും കൂടെ ആ ഹോളോന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ചാടി മറിഞ്ഞു പോവുകയാണ്. അങ്ങനെ ഹോളോന്റെ കൂടെ വളരെയധികം നല്ല രീതിയിൽ തന്നെ അവർ ആ ഹോളോനെ മൊത്തത്തിന് ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കുകയാണ്. ഇക്കാക്കുവാണെങ്കിൽ 11th ഡിവിഷന്റെ 2nd ഓഫീസർ ആകുകയാണ്. നമ്മുടെ ഇക്കാക്കുവാണെങ്കിൽ വളരെയധികം ആറ്റിറ്റ്യൂഡായിട്ട് അവിടെ കൂടെ നടക്കുകയാണ്. സോ ഇതേ സമയത്തായിരുന്നു അക്കാഡമിയിൽ നിന്ന് ഒരു സ്റ്റുഡന്റ് ഇക്കാക്കുവിനെ കാണാൻ വേണ്ടി വരുന്നു. സോ ഇത് കാണുന്ന സമയത്ത് നമ്മുടെ ഇക്കാക്കുവിനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. മുമ്പിലിരിക്കുന്നത് രഞ്ജി അബ്രായി ആയിരുന്നു. സോ അങ്ങനെ നമ്മുടെ രഞ്ജിനെ കൊണ്ട് ട്രെയിനിങ്ങിന് വേണ്ടി നമ്മുടെ ഇക്കാക്കു ഒരു ട്രെയിനിങ് ഗ്രൗണ്ടിലേക്ക് പോവുകയാണ്. സോ എന്നിട്ട് അവർ 2 പേരും അവിടെ കിടന്ന് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇക്കാക്കു ഒരുപാടധികം പവർഫുൾ ആയതുകൊണ്ട് തന്നെ നമ്മുടെ രഞ്ജി അബ്രായിക്ക് ഇക്കാക്കുവിൻ്റെ അടുത്ത് പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. വളരെയധികം ഈസി ആയിട്ട് തന്നെ നമ്മുടെ ഇക്കാക്കു രഞ്ജിനെ അടിച്ച് തറയിലിടുകയാണ്. നീ എന്ത് കാര്യത്തിനാണ് എൻ്റെ അടുത്ത് ട്രെയിനിങ്ങിന് വന്നതെന്ന് നമ്മുടെ ഇക്കാക്കു ചോദിക്കുന്നു. സോ ഇതേ സമയത്ത് തന്നെ നമ്മുടെ രഞ്ജി ഇക്കാക്കുവിനോട് പറയുകയാണ്, എനിക്ക് ക്യാപ്റ്റൻ കുച്ചിക്കിനെ ഇല്ലാതാക്കണം. കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഇക്കാക്കു ഒന്ന് ഞെട്ടുന്നുണ്ടെങ്കിലും നമ്മുടെ രഞ്ജിയുടെ കൂടെ തന്നെ നല്ല രീതിയിൽ തന്നെ ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇക്കാക്കു നല്ല രീതിയിൽ തന്നെ രഞ്ജിനെ ട്രെയിനിങ് ചെയ്യുകയാണ് നമ്മുടെ ഇക്കാക്കു. അങ്ങനെ രഞ്ജിക്ക് ഇപ്പം അവൻ്റെ സംപത്തുവിൻ്റെ ഷീക്കായി റിലീസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതുമാത്രമല്ല അവനിപ്പോൾ ഒരുപാടധികം പവർഫുള്ളുമായിട്ടുണ്ട്. ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ രഞ്ജി ഇക്കാക്കുവിനോട് ചോദിക്കുന്നു, ഹേ ഇക്കാക്കു മാസ്റ്റർ, ക്യാപ്റ്റൻ ലെവൽ പവർഫുൾ ആയിട്ടുള്ള ഒരു സോൾ റിപ്പറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിയതായിട്ടൊരു ക്യാപ്റ്റൻ ആക്കാൻ വേണ്ടി സാധിക്കും. ഇത് കേട്ട ഇക്കാക്കു പറയുകയാണ്, അതെനിക്കറിയാം, പക്ഷേ എനിക്ക് ക്യാപ്റ്റൻ ആകണ്ട, എനിക്ക് സെറാക്കിയുടെ അണ്ടറിൽ ഫൈറ്റ് ചെയ്താൽ മാത്രം മതി. ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ രഞ്ജി ഒന്ന് ഞെട്ടുന്നുണ്ട്. മാത്രമല്ല എൻ്റെ സ്ക്വാഡിലെ ക്യാപ്റ്റന് ബൻകായോ ഷീക്കായോ റിലീസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. ഞങ്ങൾ ഷീക്കായി യൂസ് ചെയ്തല്ല ഫൈറ്റ് ചെയ്യുന്നത്, ഞങ്ങളുടെ ഫിസിക്കൽ സ്ട്രെങ്ത് യൂസ് ചെയ്താണ് ഫൈറ്റ് ചെയ്യുന്നത്. തന്നെ ഷീക്കായി യൂസ് ചെയ്ത് ഞങ്ങളുടെ സ്ക്വാഡിൽ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ രഞ്ജി, നീ വേറെ ഏതെങ്കിലും സ്ക്വാഡിൽ പോയി ജോയിൻ ചെയ്യണമെന്ന് നമ്മുടെ ഇക്കാക്കു രഞ്ജിനോട് പറയുകയാണ്. സോ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ രഞ്ജിക്കൊന്നും മനസ്സിലാക്കുന്നത് ഐസൺ ആണെങ്കിൽ സോൾ സൊസൈറ്റിനെ ബിട്രേ ചെയ്യുന്ന ആ രംഗമാണ്. നമ്മുടെ ഐസൺ ആണെങ്കിൽ സോൾ സൊസൈറ്റി ബിട്രേ ചെയ്തത് കൊണ്ട് തന്നെ 3 ക്യാപ്റ്റൻസിന്റെ സ്ലോട്ട് ഇപ്പൊ ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ രഞ്ജി ഇക്കാക്കുനോട് വന്ന് പറയുകയാണ്, ഇക്കാക്കു, നിങ്ങളൊരു ക്യാപ്റ്റൻ ലെവലായിട്ടുള്ള ഒരു സോൾഡർ തന്നെ നിങ്ങൾക്കൊരു ക്യാപ്റ്റൻ ആകാൻ വേണ്ടി സാധിക്കും. എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് ക്യാപ്റ്റൻസിന്റെ ഡ്യൂട്ടീസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ ഇത് കേട്ട് ഇക്കാക്കു പറയുകയാണ്, എനിക്ക് 11th സ്ക്വാഡിനെ വിട്ടിട്ടും ഒരിക്കലും എനിക്കൊരു ക്യാപ്റ്റൻ ആകണമെന്ന് ആഗ്രഹമില്ല. ഹേ രഞ്ജി, നീ ഇനി ഒരിക്കലും ഈ കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞേക്കരുത്. ഇത് വെറുതെ നിന്റെ സമയം കളയാൻ മാത്രമാണ്. സോ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ രഞ്ജി ഒന്നും കൂടെ ഞെട്ടുകയാണ്. കാണിക്കുന്നത് പ്രസന്റ് ആണ്. നമ്മുടെ റെഡ്ഡിയും അതുപോലെ തന്നെ ഇക്കാക്കും തമ്മിലുള്ള ഒരു വലിയ ഫൈറ്റ് തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. തന്റെ ബൻകായ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇക്കാക്കു ഒരുപാടധികം പവർഫുൾ ആണ്. സോ അവരുടെ 2 പേരുടെ അടുത്ത് വലിയൊരു അറ്റാക്ക് തന്നെ ഉണ്ടാകുന്നു. സോ നമ്മുടെ റെഡ്ഡിയുടെ പകുതി സ്ഥലം തന്നെ നമ്മുടെ ഇക്കാക്കു മുറിച്ച് കളയുകയാണ്. സമയത്ത് തന്നെ നമ്മുടെ റെഡ്ഡി ഇക്കാക്കുവിനെ നോക്കി ചിരിക്കുകയാണ്. നമ്മുടെ റെഡ്ഡിക്ക് മനസ്സിലാക്കുകയാണ് ഇക്കാക്കു ഒരു ട്രൂ വാരിയർ തന്നെയാണ്. വെച്ചാണ് ബ്ലീച്ച് എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിന്റെ സീസൺ 5ന്റെ 119ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അതുപോലെ തന്നെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് തന്നേക്ക്. വീഡിയോസിന്റെ സപ്പോർട്ട് ഓരോ ദിവസം കഴിഞ്ഞ് വരുമ്പോൾ കുറഞ്ഞ് വരികയാണ്. സോ ഇങ്ങനെ കുറഞ്ഞു വന്നാൽ ഞാൻ ബ്ലീച്ച് ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വരും. സോ നിങ്ങൾ മാക്സിമം നിങ്ങൾ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് അടിക്കുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. സോ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ.